ഇന്നില്ലേ നമുക്ക് പച്ച മാങ്ങേനെ കൊണ്ട് നല്ലൊരു ജ്യൂസും ഒരു ചെമ്മീനും മാങ്ങ ഉപ്പേരിയും വെക്കാം. അപ്പോൾ ഈ ചെമ്മീനും മാങ്ങ ഉപ്പേരി വെക്കാൻ ഉണക്ക ചെമ്മീനാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ തലയും വാലെല്ലാം നുള്ളിയിട്ട് വൃത്തിയാക്കി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടവെക്കാം. ഇനിയില്ലേ ഈ മാങ്ങ ചെറുങ്ങനെ മുറിച്ചിടാം. മാങ്ങ എടുക്കുമ്പോഴേ നമുക്ക് എത്ര പുളി വേണ്ടതെന്ന് വിചാരിച്ചാൽ അതിന് കണക്കാക്കിയിട്ട് എടുക്കണം. ഇത് ഒന്നാമത് കപ്പക്കായ് മാങ്ങയാണ്, അതുപോലെ എനിക്ക് കുറച്ച് നല്ലോണം പുളിയും വേണം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നല്ലോണം മാങ്ങ എടുത്തിന്. നിങ്ങൾക്ക് എത്രയാണ് പുളി വേണ്ടതെന്ന് വിചാരിച്ചാൽ അതിന് കണക്കായിട്ട് എടുക്കാം. മാങ്ങയിലേക്ക് വൃത്തിയാക്കിയ ചെമ്മീൻ ഇട്ടിട്ട് കുറച്ച് പറങ്കിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് വേവിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരു ഉപ്പേരിക്കൽ നമ്മൾ സാധാ വയ്ക്കുന്ന വെള്ളം. ഇനി നമുക്കില്ലേ ഇത് അടുപ്പത്ത് വെക്കാം. ഇത് വേകുമ്പോഴത്തേക്കില്ലേ നമുക്ക് നമ്മളെ സൂപ്പർ ജ്യൂസാക്കാം. എന്തായാലും ജ്യൂസിൽ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചു. ഇനി ഒരു 2 മാങ്ങ മുറിച്ചിടാം. കുറച്ച് നേർങ്ങനെ മുറിക്കുക. ഇതെന്ന് വെച്ചാൽ നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കേണ്ടതാണ്. അതിലേക്ക് തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇടണം. പിന്നെ വേണ്ടത് 2-3 പച്ചപ്പറങ്കി വേണം, പഞ്ചസാര വേണം. ഇനിയില്ലേ ഈ മാങ്ങയും ഇഞ്ചിയും നമുക്ക് എത്ര എരിവ് വേണ്ടെന്ന് വിചാരിച്ചാൽ അതിന് വേണ്ട പച്ചപ്പറങ്കിയും പഞ്ചസാരയും പിന്നെ 2-3 ഐസിൻ്റെ ക്യൂബും കുറച്ച് തണുത്ത വെള്ളം കൂട്ടിയിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. നമ്മൾ ചെമ്മീനും മാങ്ങയും ഉപ്പേരി ഒരു ഭാഗത്തുനിന്ന് തിളക്കുന്നുണ്ട്. ഈ മാങ്ങയും ഇതെല്ലാം ഒന്ന് അരച്ച് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കി എടുക്കാം. അതിലേക്കില്ലേ കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കാം. ഇതിലിപ്പോൾ ഞാൻ ആദ്യം ഇട്ട മധുരം കുറവായതുകൊണ്ട് കുറച്ചും കൂടെ പഞ്ചസാര ഇട്ടു. എന്നിട്ട് ഇതില്ലേ നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ട് നല്ല വൃത്തിയിൽ സാധാ ജ്യൂസ് പോലെ അരിച്ചെടുക്കണം. അരിച്ചിട്ടെല്ലാം എടുക്കുമ്പോഴത്തേക്ക് നമ്മളെ ചെമ്മീനും മാങ്ങയും വെന്ത് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് അറിയിടേണ്ടത് കുറച്ച് തേങ്ങയും 2-3 അരി വെളുത്തുള്ളി ചതച്ചിട്ടിടണം. ഈ ഉപ്പേരിക്കില്ലേ കുറച്ച് നല്ലോണം തേങ്ങ വേണം. അപ്പോൾ ആ തേങ്ങ മുറി കൊണ്ട് തന്നെ ഞാൻ വെളുത്തുള്ളി ചതച്ചെടുത്തു. ഈ ചതച്ച തേങ്ങയും വെളുത്തുള്ളിയും ഈ ഉപ്പേരിയിലേക്ക് ഇടാം. ഉപ്പേരിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഇളക്കിയിട്ട് വെള്ളം കുറച്ച് വറ്റിച്ചെടുക്കുക. ഒരുപാട് വറ്റണ്ട അതിൻ്റെ വെള്ളം, ഇങ്ങനെ ഒരുപാട് ഡ്രൈ ആവണ്ട. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മളെ ചെമ്മീനും മാങ്ങയും ഉപ്പേരി റെഡിയായി. പിന്നെ ആദ്യം ജ്യൂസിൻ്റെ പണിയിലേക്ക് തന്നെ പോവാം. നമ്മൾ ജ്യൂസിലേക്കില്ലേ നമ്മൾ പൊതിർത്ത് വെച്ച കസ്കസില്ലേ അതിടാം. പിന്നെ കസ്കസ് ഒന്നും ഈ ജ്യൂസിന് നിർബന്ധമില്ല കേട്ടോ, ഞാൻ ഇല്ലതുകൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ. ഇതൊന്നും വേണ്ട, വെറുതെ ഇങ്ങനെ മാങ്ങ അടിച്ചാലും നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാൻ. അപ്പോൾ ഇപ്പോൾ മാങ്ങയുടെ സീസണല്ലോ അല്ലേ, എല്ലാവരും ഈ ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല എരിവും പുളിയും മധുരമെല്ലാമായിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാൻ. ഇന്ന് നിങ്ങൾക്ക് ഞാനാക്കിയ ഉപ്പേരിയാണോ ഇഷ്ടപ്പെട്ടത് ജ്യൂസാണോ ഇഷ്ടപ്പെട്ടത് എന്നെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണേ.